ഹലോ ഗൈസ്, ആർ യു ഗൈസ് ഓക്കെ? ഞാൻ റൂത്ത്. എൻ്റെ കഥയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ മരണങ്ങളുടെ സീരീസാണ്. എലിമേലക്ക് അമ്മായിയപ്പനും നവോമി അമ്മായിയമ്മയും അവരുടെ പുത്രന്മാരായ മഹ്ലോനും കിലിയോനും കൂടെ ബെയ്ത്ലഹെമിൽ നിന്ന് എൻ്റെ നാടായ മോവാബിലേക്ക് വന്നതാണ്. അവിടെ വെച്ചാണ് ഞാൻ മഹ്ലോനെ കല്യാണം കഴിക്കുന്നത്. ലൈഫ് ഫുൾ സെറ്റിൽഡ് ആണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വിധി വില്ലനായി വന്നത്. ആദ്യം അമ്മായിയപ്പൻ എലീമേലേക്ക് മരിച്ചു. പിന്നെ 10 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മഹ്ലോനും ഓൾപ്പയുടെ ഭർത്താവ് കിലിയോനും മരിച്ചുപോയി. ഞങ്ങളുടെ കുടുംബം തകർന്ന് തരിപ്പണമായി എന്ന് വേണം പറയാൻ. കയ്യിൽ ചില്ലിക്കാശില്ല. സ്ഥിരം സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുന്നവരായ മലയാളി അമ്മമാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. അത് സീരിയലാണെങ്കിൽ ഇതെന്റെ ജീവിതമാണ്. എൻ്റെ അമ്മായിയമ്മ നവോമി എനിക്ക് എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. എനിക്ക് അത്രയൊക്കെ ഇഷ്ടമാണ്. അമ്മച്ചി ഒരു ദിവസം മരുമക്കളായ എന്നോടും ഓൾപ്പയോടും ഒരു കാര്യം പറഞ്ഞു. മക്കളെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ. എനിക്ക് പ്രായമായി. എനിക്കിനി നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. ചിന്തിച്ചാൽ അമ്മ പറഞ്ഞതിൽ തെറ്റില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഓൾപ്പ കരഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് പറ്റണില്ല. എങ്ങനെ അമ്മയെ ഉപേക്ഷിക്കാം? ഞാൻ കെട്ടിപ്പിടിച്ച അമ്മയോട് പറഞ്ഞു. റുത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം. അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. ഇത് കേട്ട് എൻ്റെ അമ്മയുടെ കണ്ണ് നിറയണത് ഞാൻ കണ്ടു. ന്യൂജൻ മരുമക്കൾക്കും അമ്മായിമാർക്കും ഫ്രീ ആയിട്ടൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. വെരി സിമ്പിൾ. ബി എ നവോമി ആൻഡ് യു വിൽ ഗെറ്റ് എ റൂത്ത്.